നിയമം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് പ്രായോഗികമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പുറത്തുപോയി എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. എങ്ങനെ? ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം അത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അനുയോജ്യമല്ല, അത് പറ്റൂല, അത് തിരുത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഇസ്ലാം നൽകുന്ന പാഠം. അപ്പോ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന നമ്മൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ മുമ്പിൽ അള്ളാഹു മാർഗങ്ങൾ തുറന്നു തരും. ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ സൗദി അറേബ്യയിലെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ചെറിയ ഒരു ബുക്ക്ലെറ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ അതിൽ ഈ സംഭവം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരു ചെറിയ ഉദാഹരണം പറയുന്നുണ്ട്. എന്താ അറിയോ? മദീന യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ജപ്പാൻ സ്വദേശിയാണ്, ജപ്പാൻകാരനാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്ന കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ജപ്പാൻ സ്വദേശിയായ ഒരു കുട്ടിയാണ്. ഈ ജപ്പാൻകാരെ പ്രത്യേകത എന്താ വെച്ചാല് മുഖത്ത് രോമം മുളക്കാൻ ഭയങ്കര പണികാരം ഒരിക്കലും ഉണ്ടാവില്ല. അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ജപ്പാന്, ചൈന, അങ്ങനെ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അത് ലേശം കമ്മിയാണ്. പക്ഷെ ഇയാൾക്ക് താടി ഉണ്ടായിക്കണ്, ഒറ്റ രോമം, ഒരു രോമം ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. താടി വടിക്കല് ഹറാമാണെന്ന് അയാൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ താടി വടിച്ചാനും പറ്റൂല. അതങ്ങനെ നീണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നീണ്ടിക്കണം അത്രയും രോമം. കാണുന്നോലൊക്കെ മൂപ്പരെ കളിയാക്കുക. ഒറ്റ രോമേ, ഒരു രോമങ്ങൾ നീണ്ടിരുന്ന ആരും കളിയാക്കൂലേ? ഇയാൾക്ക് ഇയാളെ നാട്ടിൽ പോകുമ്പോ തന്റെ സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും വളരെ വലിയ പരിഹാസത്തിന് വിധേയമാകാറുണ്ട് ഇയാള്. എന്നാലും ആ സാധു ഇത് വടിച്ചു കേട്ടോ, അത് ഹറാമാണ് എന്ന വിശ്വാസം കൊണ്ട് നിലനിർത്തി. അവസാനം പരിഹാസവും അവഗണനയും അസഹ്യമായപ്പോ അയാള് ഷെയ്ഖിന്റെ അടുത്ത് വന്ന് ഒരു പരിഹാരം ചോദിച്ചു. ഉസ്താദെ, എന്തതിന് പരിഹാരം? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഇൻ തത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു മാർഗം കാണിച്ചു തരും. അതുകൊണ്ട് ധൈര്യമായി സമാധാനത്തോടെ പോയിക്കോളൂ. പിറ്റേ ദിവസം എന്റെ മൂപ്പര് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന പറഞ്ഞു. ആരീ വിദ്യാർത്ഥി? അതെന്താ വെച്ചാല് രാവിലെ നീച്ചുകാണ്ട് താടി ഇങ്ങനെ തടവി നോക്കുമ്പോ താടി കാണാല്ല, തെരഞ്ഞു നോക്കുമ്പോണ്ട് തലക്കിണിമേ പറഞ്ഞിക്കണ്. മൂപ്പരെ കൂടി അറിയാതെ സാധാരണ മൂപ്പരുടെ കുറ്റക്കാരനായതുമില്ല, എന്നാൽ സമൂഹത്തിന്റെ പരിഹാസത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാ ഒരു ചെറിയ ഉദാഹരണമായി ഈ കഥ നമുക്ക് പറഞ്ഞു തന്നു. അതായത് അള്ളാഹു നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യം ചെയ്തതിന്റെ പേരിൽ ഈ ദുന്യാവില് നമ്മൾ കുടുങ്ങും എന്ന ഒരു പേടി ഒരാൾക്കും വേണ്ട. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരുമെന്ന് മാത്രമല്ല, പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പ്രതീക്ഷിക്കാത്ത വഴിക്ക് അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും എന്ന് പറയാനും ഇസ്ലാം മറന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൽ ഏത് സമയത്തും നമ്മൾ ശ്രദ്ധിക്കുക, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പകർത്തുക എന്നത് ഒരിക്കലും എനിക്ക് ദോഷം വരുത്തുകയില്ല, അതെനിക്ക് ഖൈറേ ഉണ്ടാക്കി തരികയുള്ളൂ. എന്റെ റബ്ബിന്റെ ഏതെങ്കിലും നിയമം പാലിച്ചതിന്റെ പേരിൽ ദുന്യാവിൽ എനിക്ക് ഒരു കോട്ടവും വരൂല, എനിക്കൊരു നഷ്ടവും വരൂല എന്ന തിരിച്ചറിവ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഭാഗമായി നമ്മുടെ കൂടെ ഉണ്ടാവണം. ഏത് കാര്യത്തിലും, എവിടെയാണ്, ഏത് വിഷയത്തിലാണ് അല്ലാഹു തആല നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്? എന്ത് കാര്യത്തിലാണ് അള്ളാഹു നമ്മളിങ്ങനെ ഭൂമി കടന്ന് എടങ്ങേറായി എരിപിരി കൊള്ളുന്നത് കണ്ട് ആകാശത്ത് നിന്ന് സന്തോഷിക്കുന്ന ദുഷ്ടനായ അല്ലെങ്കിൽ ക്രൂര മനസ്സുള്ള ഒരു റബ്ബാണോ നമ്മുടെ റബ്ബ്? അല്ലല്ലോ, അവൻ അർഹമുർ-റാഹിമീനാണ്. കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കരുണ കാണിക്കുന്നവനല്ലേ നമ്മുടെ റബ്ബ്? ആ റബ്ബ് നമ്മൾ വേദനിക്കണമെന്നോ നമ്മൾ കഷ്ടപ്പെടണമെന്നോ റബ്ബ് എപ്പോഴെങ്കിലും കൽപ്പിച്ചോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മതങ്ങളില്, തമിഴ്നാട്ടിലൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ഗരുഡൻ തൂക്കം എന്ന ഒരു പരിപാടി ഉണ്ട്. എന്താണ്?
ക്രെയിന് പോലത്തെ ഒരു സാധനത്തിന്റെ കുളത്ത് ശരീരത്തിന്റെ പുറത്ത് പച്ച മാംസത്തിൽ കണ്ട് കൊളത്തിട്ടേ ഇങ്ങനെ പറന്നിങ്ങനെ നിൽക്കുക, അന്തരീക്ഷത്തില് ചോര ഇങ്ങനെ ഒലിക്കും. അത് ഓല ദൈവത്തിനെ പ്രസാദിപ്പിക്കുകയാണ്. ഗുരുവായൂരിൽ ശബരിമലയിലേക്ക് പോകുന്ന സഹോദരന്മാരെ നിങ്ങൾ കണ്ടില്ലേ, ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചിട്ട് ചെരുപ്പിടാതെ റോഡ് കൂടെ 100 കിലോമീറ്റർ നടന്ന് കാല് പൊട്ടി അവർ ക്ഷീണിച്ച് ശബരിമലയിൽ ഗുരുവായൂരിലെത്തുക. എന്ത് ശബരിമലയില് എന്തിനാ? പുണ്യം കിട്ടാൻ. കുരിശുമല കയറുന്ന ക്രൈസ്തവ സഹോദരന്മാർ കണ്ട് ഞങ്ങള് ഭാരമുള്ള മരക്കുരിശ് ചുമലിൽ പേറി ദുർഘടമായ മല കയറി അവർ ദൈവത്തിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു. ഇസ്ലാമില് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? ശരീരത്തിനെ വേദനിപ്പിച്ചോ പീഡിപ്പിച്ചോ അള്ളാഹുവിന്റെ പ്രതിഫലം നേടാൻ ഇസ്ലാം എവിടെയെങ്കിലും ഒരു മുസ്ലിമിനെ അനുവദിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നടന്നു പോകുമ്പോണ്ട് ഒരു ജനക്കൂട്ടം നോക്കിയപ്പോണ്ട് ഒരാളിങ്ങനെ വെയിലത്ത് നിൽക്കണേ. ഒന്നും കൂടി നോക്കിയപ്പോഴാണ് മൂപ്പര് ഒറ്റക്കാലുമല നിൽക്കണേ, ഒരു കാലുമ നിൽക്കുക വെയിലത്തെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് ചോദിച്ചു, എന്താപ്പത്? അപ്പൊ ആൾക്കാർ പറഞ്ഞു, മൂപ്പര് ഒരു നീർച്ച നേർന്നിക്കാണ്. എന്താ നീർച്ച? ഒറ്റക്കാലുമ നിന്ന് വെയിലത്ത് നിന്ന് ഒരു നോമ്പ് നോൽക്കുന്നു. നമ്മളപ്പത്തെ കാലത്തൊക്കെ ആണെങ്കിൽ മൂപ്പര ഔലിയാവും, കറാമത്തേക്കാരെ ഒറ്റക്കാലം വന്ന് വെയിലത്ത് നോൽമ്പ് ഒറ്റക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയങ്ങള്? അയാളോട് തണലിലേക്ക് മാറി നിൽക്കാൻ പറയേ, എന്നിട്ട് ആ കാല് നിലത്ത് കുത്താൻ പറയേ, എന്നിട്ട് ക്ഷീണല്ലെങ്കിൽ പ്രയാസല്ലെങ്കിൽ അയാളോട് ഇന്നത്തെ നോമ്പ് മുഴുവനാക്കാൻ പറയേ. അല്ലാതെ ഈ കഷ്ടപ്പെട്ട് നോമ്പ് ഒൽക്കല് പുണ്യല്ല. ഒരിക്കൽ ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഒരാൾ വീണ് കിടക്കുക, ആൾക്കാർ അയാൾക്ക് തന്നെ വീശിക്കൊടുക്കുക. നബി ചോദിച്ചു, എന്തേ? ആൾക്കാർ പറഞ്ഞു, മൂപ്പര് ബോധം കെട്ട് വീണതാണ്. നബി പറഞ്ഞു, വെള്ളം കൊടുക്കി. അപ്പൊ പറഞ്ഞു, മൂപ്പര് നോമ്പ് മറ്റൊക്കെയാണ്, വെള്ളം കുടിക്കൂല. നബി പറഞ്ഞു, അയാളോട് വെള്ളം കുടിക്കാൻ പറയേ. ആ ജാതി നോമ്പ് പടച്ചവന് വേണ്ട. വെള്ളം കൊടുക്കാനായോ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.